ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 173 ഗോകർണേശ്വരൻ്റെയും നാഥൻ. ഭാഗം 173 ഗോകർണേശ്വരൻ്റെയും നാഥൻ ഇവിടെ ആരംഭിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് മംഗലാപുരത്തെ ഗോകർണനാഥ ക്ഷേത്രം. സവർണരുടെ ഭരണാധികാരത്തിലും പൗരോഹിത്യാധിപത്യത്തിലുമായിരുന്നു ആ ക്ഷേത്രം. അവിടെ അവർണ ജനവിഭാഗങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു നാളിൽ ജ്ഞാനപ്പ നായ്ക്ക് എന്നൊരാൾ ക്ഷേത്ര ദർശനത്തിനായെത്തി. കാഴ്ചയിൽ വളരെ സുമുഖനായിരുന്ന നായക് അദ്ദേഹത്തിന് ബ്രാഹ്മണനാണെന്ന ധാരണയിൽ ക്ഷേത്രക്കാർ ആരാധനയ്ക്കും പൂജകൾക്കും താമസത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് നായക്ക് ബ്രാഹ്മണനല്ലെന്നും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ബില്ലവ സമുദായക്കാരനാണെന്നും അവർക്ക് മനസ്സിലായത്. അതോടെ ജ്ഞാനപ്പ സ്വന്തം ചിലവിൽ ക്ഷേത്രത്തിൽ ശുദ്ധികലശവും പുണ്യാഹവും നടത്തണമെന്ന് ക്ഷേത്രം ഭരണാധികാരിയിൽ നിന്നും നിർബന്ധമുണ്ടായി. ജ്ഞാനപ്പ നായ്ക്ക് തനിക്കുണ്ടായ ആ ദുരനുഭവം ബില്ലവരുടെ അന്നത്തെ നേതാവായിരുന്ന കൊരകപ്പയോട് പറഞ്ഞു. വിദ്യാസമ്പന്നനും ധനവാനുമായിരുന്ന കൊരകപ്പ ഒരു ദിവസം ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ട് നമസ്കരിച്ചു. അതിനുശേഷം കർണാടകത്തിലെ ജാതി വിവേചനവും അവഗണനയും ഗോകർണ ക്ഷേത്രത്തിൽ ജ്ഞാനപ്പയ്ക്കുണ്ടായ ദുരനുഭവങ്ങളുമെല്ലാം ഗുരുദേവനെ ധരിപ്പിച്ചു. എന്നിട്ട് മംഗലാപുരത്ത് ഒരു ക്ഷേത്രം തങ്ങൾക്കായി സ്ഥാപിച്ചു നൽകണമെന്ന് കൊരകപ്പ അപേക്ഷിക്കുകയും ചെയ്തു. കൊരകപ്പയുടെ ആ അപേക്ഷ പ്രകാരം ഗുരുദേവൻ പിന്നീടൊരു ദിവസം മംഗലാപുരത്തെത്തി. ടിപ്പു സുൽത്താൻ്റെ കുതിരാലയം നിന്നിരുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിനായി കണ്ടെത്തിയിരുന്നത്. കുതിരാലയം എന്നർത്ഥം വരുന്ന ഖുദ്രോളിയിലെ ആ സ്ഥലം അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. അത് കൊരകപ്പ തന്നെ വിലയ്ക്ക് വാങ്ങി ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം അവിടെ ക്ഷേത്രത്തിനുള്ള നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ പ്രതിഷ്ഠ നടത്തുന്നതിനായി അവർ ഗുരുദേവനെ ക്ഷണിച്ചു. അതനുസരിച്ച് 1912 ഫെബ്രുവരി മാസത്തിൽ ഗുരുദേവൻ ഖുദ്രോളിയിൽ എത്തിച്ചേർന്നു. ജനബാഹുല്യം കൊണ്ട് അന്ന് ആ പ്രദേശമാകെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. എന്നാൽ ഗുരുദേവൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആരും കാണുകയുണ്ടായില്ല. പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ പുറത്തിറങ്ങിയപ്പോഴാണ് പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞ വിവരം ജനങ്ങൾ അറിഞ്ഞത്. ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് ആവേശഭരിതരായി തീർന്നിരുന്ന ആ ജനബാഹുല്യത്തെ നോക്കി ഗുരുദേവൻ അപ്പോൾ കൽപ്പിച്ചു, ഗോകർണേശ്വരനാണെങ്കിൽ ഇവിടെ ഗോകർണേശ്വരൻ്റെയും നാഥൻ ഇരിക്കട്ടെ. അതോടെ ആ ക്ഷേത്രത്തിന് ഗോകർണനാഥ ക്ഷേത്രമെന്ന് പേര് വന്നു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 173 ഗോകർണേശ്വരൻ്റെയും നാഥൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.